ദ റിയൽ കേരള സ്റ്റോറിയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചിരിക്കുന്നു. പാളയം പള്ളിയിലെ ഇമാം തന്നെ ആദ്യം ആ സന്ദേശം പങ്കുവച്ചു. പുതുയുഗ യാത്രയുടെ സന്ദേശവും അതുതന്നെയാണ്. അടുത്ത പൊങ്കാലയ്ക്ക് ക്ലിഫ് ഹൗസിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ 60 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഇനിയും വിസ്മയങ്ങൾ ഉണ്ടാകും എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. സാർ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു റിയൽ കേരള സ്റ്റോറി നമുക്ക് ഈ പൊങ്കാലയിലൂടെ സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടല്ലേ? രാജ്യം മുഴുവൻ വിദ്വേഷ പ്രചരണങ്ങൾ നടക്കുകയും ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാവരും ഒന്നുചേർന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ഒരു സഹൃദയരായ മനുഷ്യരെല്ലാവരും ആതിഥേയരായി മാറുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. തലസ്ഥാന നഗരിയിലെ എല്ലാ വിഭാഗം ജനങ്ങളും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തർക്കായിട്ട് അവർ ആതിഥേയരായിട്ട് മാറുകയാണ്. മുസ്ലിം പള്ളിയിലെ ജുമാ നമസ്കാരത്തിനിടയ്ക്ക് ഇമാം തന്നെ പറയുകയാണ്, നിങ്ങൾ ആതിഥേയരാവണം. ഒരു ഹൈന്ദവ ആഘോഷമാണ്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിന് നിങ്ങൾ ആതിഥേയരാവണം. മുസ്ലിം പള്ളിയുടെ പടികളിൽ ഇരുന്ന് പോലും ആളുകൾ പൊങ്കാല നിവേദ്യം കൊടുക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ദിസ് ഈസ് എ റിയൽ സ്റ്റോറി. ഇതാണ് റിയൽ കേരള സ്റ്റോറി. കണ്ടോൺമെന്റ് ഹൗസിന് മുന്നിലാണ് കുടുംബം ഒത്ത് പൊങ്കാല അർപ്പിക്കുന്നത്. അടുത്ത പൊങ്കാലയ്ക്ക് ക്ലിഫ് ഹൗസിലേക്ക് എത്തും ഇത്? അല്ല, അതൊന്നും രാഷ്ട്രീയ കാര്യങ്ങൾ അതല്ലല്ലോ. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ദൗത്യം അവിടെ ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ളൊരു മുഖ്യമന്ത്രി അവിടെ ക്ലിഫ് ഹൗസിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അത് നമ്മൾ സാധ്യതപ്രായമാക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മിഷനും അതാണ്. ക്ലിഫ് ഹൗസിലേക്ക് ഒരു കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി എത്തിക്കുക എന്നുള്ളത്, അതെത്തിക്കും. മറ്റൊരു കാര്യം എന്ന് പറയാൻ നേരത്തെ പറയുകയുണ്ടായി, ഈ പുതിയ യാത്ര കഴിയുമ്പോൾ ഇലക്ഷൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലറേഷൻ ഉണ്ടാകുമ്പോൾ 60 സ്ഥാനാർത്ഥികൾ 24 മണിക്കൂറിനകം പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്ന് പറയും. അങ്ങനെ തന്നെയാണോ സാധ്യത? തീർച്ചയായിട്ടും. ഇപ്പോൾ നാളെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ 50 പേരെ പ്രഖ്യാപിക്കാൻ പറ്റും. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കണമെങ്കിൽ 60 പേരെ പ്രഖ്യാപിക്കാൻ പറ്റും. ഒറ്റയടിക്ക് പ്രഖ്യാപിക്കാൻ പറ്റും. ഒരു തർക്കവും ഇല്ലാതെ തയ്യാറാണ്. അതായത് പുതിയ യാത്ര അവസാനിക്കുമ്പോൾ ഒരു പുതിയ കേരളം നമുക്ക് നൽകാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. രഞ്ജിത്തിനൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.